ട്രാവൻകൂർ ന്യൂസിനും ട്രാവൻകൂർ ന്യൂസിലെ പ്രബുദ്ധരായ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ കോട്ടപ്പുറം ഈ അടുത്ത കാലത്ത് പറയുന്നതായിട്ട് ഞാൻ കേട്ടു, സ്റ്റീഫൻ ജോർജിനെ എന്തിനായി ഈ പാർട്ടിയിലോട്ട് എടുത്തത്? ഒരു കാലത്ത് കെ എം മാണിയുടെ നാക്ക് വെട്ടി അരിഞ്ഞ് പട്ടിക്കിട്ടുകൊടുക്കുമെന്ന് പറഞ്ഞയാളല്ലേ സ്റ്റീഫൻ ജോർജ്? കോട്ടപ്പുറം തെറ്റിപ്പോയി. ആ പറഞ്ഞയാള് സ്റ്റീഫൻ ജോർജ് അല്ല. ആ പറഞ്ഞയാളെ തനിക്കറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അത് അന്തരിച്ച പി എം മാത്യു. പി എം മാത്യു ഏത് കാലത്ത് പറഞ്ഞെന്നും കൂടെ പറയാം. മാണി സാറുമായി ഭിന്നിച്ച് ജേക്കബ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോൾ ആ ജേക്കബ് ഗ്രൂപ്പിന്റെ ചെയർമാനായിരുന്നു പി എം മാത്യു. ആ പി എം മാത്യു പാലാ കുരിശുപള്ളി കവലയിലാണ് മൈക്ക് കെട്ടി പറഞ്ഞത്, കെ എം മാണിയുടെ നാക്കരിഞ്ഞ് പട്ടിക്കിട്ട് കൊടുക്കണമെന്ന്. അന്ന് അങ്ങനെ പറഞ്ഞ പി എം മാത്യു തിരിച്ച് ഈ പാർട്ടിയിലേക്ക് വന്നപ്പോൾ ഊഷ്മളമായി പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്ത കെ എം മാണിയെ കുറിച്ച് തനിക്ക് എന്നാണ് അറിയാവുന്നത്? താങ്കൾ ഈ ചില വീഡിയോ കിടന്നിട്ട് കെ എം മാണിയെ കുറിച്ച് ആദ്യം ഒരുപാട് മുതൽ കണ്ണീരൊഴുക്കും, പിന്നെ വരുന്ന ജോസ് കെ മാണിക്കിട്ട് ചാരാനല്ലേ? ഇവിടെ അറിയത്തില്ലേ പറയാം. 1970 ശ്രീ കെ എം മാണി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി വന്നതിന് ശേഷമാണ് സംഘടനാ രംഗത്ത് കേരള കോൺഗ്രസിന് ഉണർവുണ്ടായത്. താത്വികമായ ഒരു അടിത്തറ ഉണ്ടായതിന് ശേഷമാണ്. ആലുവ സാമ്പത്തിക പ്രമേയം ഇയാൾ കേട്ടിട്ടുണ്ടോ എന്ന് ഞാൻ പറഞ്ഞുതരാം. ആലുവയില് ചേർന്ന കേരള കോൺഗ്രസിന്റെ പ്രതിനിധി സമ്മേളനത്തിൽ ശ്രീ കെ എം മാണി ഒരു പ്രമേയം അവതരിപ്പിച്ചു. അതിന്റെ പേരാണ് ആലുവ സാമ്പത്തിക പ്രമേയം. ആ ആലുവ സാമ്പത്തിക പ്രമേയത്തിൽ ഒരുപാട് കാര്യമൊന്നും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് ഉൽപാദന രംഗത്തേക്ക് സ്വകാര്യ മേഖലയോടൊപ്പം പൊതുമേഖല കൂടി കടന്നു വരണം. അങ്ങനെ ഉൽപാദന രംഗത്തെ സ്വകാര്യ മേഖലയും പൊതുമേഖലയും തമ്മിൽ കടുത്ത മത്സരം ഉണ്ടാകുമ്പോൾ ഗുണമേന്മയുള്ള സാധനങ്ങള് ജനങ്ങൾക്ക് ലഭിക്കും. ഇങ്ങനെ പൊതുമേഖല കടന്നു വന്നാൽ മാത്രം പോരാ, അതിന്റെ വിതരണ രംഗത്തേക്ക് സഹകരണ മേഖല കൂടി കടന്നു വരണം. ആ ആലുവ സാമ്പത്തിക പ്രമേയം കേരളം കുറെ ചർച്ച ചെയ്ത കോട്ടപ്പുറത്തലത്തിലെ പറയാം. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതമേനോനോട് പത്രക്കാർ ചോദിച്ചു, കേരള കോൺഗ്രസിന്റെ ആലുവ സാമ്പത്തിക പ്രമേയത്തെ കുറിച്ച് എന്താണ് അങ്ങയുടെ അഭിപ്രായം എന്ന് പറയുമ്പോൾ അച്യുതാമേനോൻ പറഞ്ഞ എന്നാന്നറിയാവോ? വളരെ ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ പാർട്ടി വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്ത് പാസാക്കിയ അവരുടെ ഉത്തരവാദിത്വമുള്ള പ്രമേയത്തെക്കുറിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. മനസ്സിലായോ? ഈ ആലുവ സാമ്പത്തിക പ്രമേയം ആടോ കോട്ടപ്പുറം കേരള കോൺഗ്രസിൽ പുരോഗമനം കാണാൻ EMS പ്രേരിപ്പിച്ചത്. അന്ന് വരെ കേരള കോൺഗ്രസ് പറഞ്ഞ എന്നതായിരുന്നു തോട്ടം മുതലാളിമാരുടെയും കായൽ രാജാക്കന്മാരുടെയും പാർട്ടി എന്ന് അറിയപ്പെട്ടിരുന്ന കേരള കോൺഗ്രസില് പുരോഗമനം ദർശിച്ചു. അങ്ങനെയാണ് ബുദ്ധിമാനായ EMS ആ മുന്നണിയിലേക്ക് കേരള കോൺഗ്രസിൽ കടന്നു വരണമെന്ന് ആഗ്രഹിക്കുകയും ഞങ്ങൾ EMS നേതൃത്വം നൽകിയ ആ മുന്നണിയിലെ കക്ഷിയായി പ്രവർത്തിക്കുകയായിരുന്നു. അന്നേരം ഈ അടിയന്തരാവസ്ഥയൊക്കെ വരുന്നോട്ടെ ഞാൻ കൊണ്ടൊന്നും കിടക്കുന്നില്ല. അങ്ങനെയാണ് 42 സീറ്റ് EMS മാറ്റിവെച്ചത്. അപ്പൊ കെ എം മാണി ആരെന്ന് മനസ്സിലായല്ലോ. ആ കെ എം മാണിയെ എതിരാളികളെ ഒത്തിരിയേറെ ആക്ഷേപിച്ചിട്ടുണ്ട്. ആക്ഷേപിച്ചവരൊക്കെ തിരിച്ചു വന്നപ്പോഴേ മുടിയനായ പുത്രനെ പോലെ സ്വീകരിച്ച പാരമ്പര്യം കെ എം മാണിക്കുള്ളത്. ഈ പി എം മാത്യു വന്നപ്പോഴും അതുപോലെ സ്വീകരിച്ചു, സ്ഥാനമാനങ്ങൾ നൽകി അംഗീകരിച്ചു.
അദ്ദേഹം മരിച്ചുപോയി. പി എം മാത്യു. ആ കെ എം മാണിയുടെ മകനാണ് ജോസ് കെ മാണി എന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോയി. നിങ്ങൾ പറഞ്ഞല്ലോ, പാർട്ടിയെ നയിക്കാൻ ജോസ് കെ മാണിക്ക് അറിയത്തില്ലെങ്കിൽ വേറെ വല്ല പണിയും നോക്ക്. എന്നാ പണിയാണോ ജോസ് കെ മാണി നോക്കേണ്ടത്? അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കുക, ആരെങ്കിലും കൊള്ളാവുന്നവർ നയിക്കട്ടെ. ആരാടോ ഈ പാർട്ടിയെ നയിക്കാൻ കൊള്ളാവുന്ന താന്ന് പറഞ്ഞ് കോട്ടപ്പുറത്തിന്റെ കാര്യം കേരള കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ തന്നെ ഇടപെടരുത്. മനസ്സിലായോ? തനിക്ക് കേരള കോൺഗ്രസ് സ്വഭാവം മനസ്സിലായിട്ടില്ല. തമ്പുരാൻ കർത്താവ് വരെ പറഞ്ഞിരിക്കുന്നത് ഒരു കർണത്തടിക്കുമ്പോൾ മറുകരണം കൂടെ കാണിച്ചു കൊടുക്കണം. രണ്ടാമത്തെ കർണത്തിന് അടി കിട്ടിയാൽ എന്ത് ചെയ്യണമെന്ന് തമ്പുരാൻ കർത്താവ് പറഞ്ഞിട്ടില്ല. കോട്ടപ്പുറം മനസ്സിലായോ? താങ്ക് ജോസ് കെ മാണിക്കൊന്നും അറിയാൻ മേലെ, പിന്നെ ആർക്കാടും അറിയാവുന്നത്? ജോസ് കെ മാണിക്ക് അറിയാം ഈ പാർട്ടിയെ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ലാതെ എല്ലാവരെയും യോജിപ്പിച്ച് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ജോസ് കെ മാണിക്ക് അറിയാം. പക്ഷെ അദ്ദേഹത്തിന് കെട്ടിപ്പിടിക്കാൻ അറിയത്തില്ല കേട്ടോ. അമിതമായ പ്രകടനങ്ങൾ അദ്ദേഹത്തിന് വശമില്ല. ഉള്ളത് നിഷ്കളങ്കമാണ്. അത് കേരള കോൺഗ്രസ്സുകാരെ ഞങ്ങൾക്കറിയാം, തനിക്കറിയത്തില്ല. ആരെ ചെയർമാനാക്കാനുള്ളൂ താൻ ഈ കാച്ചും മേടിച്ച് കള്ളക്കര പറഞ്ഞത്? കേരള കോൺഗ്രസിന്റെ കാര്യത്തിൽ ഇയാൾ ആര് എന്ന് പറഞ്ഞ ഇയാൾ ആരാ? അതുപോലെ നിങ്ങൾ പറഞ്ഞല്ലോ സ്റ്റീഫൻ ജോർജ് ചെയർമാൻ സ്ഥാനം ചോദിച്ചു മേടിച്ചു. എന്നയാൾ പറഞ്ഞു 200ഓളം ബോർഡംഗങ്ങളുള്ള ബോർഡങ്ങളുണ്ടായിട്ടും 5 MLA ഈ പാർട്ടിക്ക് എന്നതാ കിട്ടിയെന്ന് ഇയാൾ ചോദിച്ചില്ലേ? ഇതൊരു മുന്നണിയാണ്. ആകെ 200 താരീ പറഞ്ഞ ബോർഡുകളൊക്കെ, ഈ എണ്ണങ്ങളൊക്കെ മുഖ്യകക്ഷി എന്ന് CPM എടുക്കും, രണ്ടാമത്തെ കക്ഷി എന്ന നിലയ്ക്ക് CPI എടുക്കും, മൂന്നാമത്തെ കക്ഷി എന്ന നിലയ്ക്ക് പിന്നീടാണ് കേരള കോൺഗ്രസ് എമ്മിന് കിട്ടുന്നത്. കിട്ടിയ വിഹിതം മോശമാണെന്നാണ് അഭിപ്രായം. ഈ പാർട്ടിക്കാർക്കും ഇല്ല, തനിക്ക് തന്നെ ഇത്ര വലിയ അസുഖ കാര്യത്തില്. സ്റ്റീഫൻ ജോർജ് ചോദിച്ചൊന്നും മേടിച്ചില്ല. കാര്യത്തിലെ പറഞ്ഞേക്കാം, സ്റ്റീഫൻ ജോർജ് അർഹമായത് പാർട്ടി കൊടുത്തു, അദ്ദേഹം അത് മുന്നോട്ട് പോകുന്നു എന്നല്ലാതെ ചോദിച്ചു മേടിച്ചു ഒന്നുമില്ല. സ്റ്റീഫൻ ജോർജിനെ കുറിച്ച് എനിക്ക് വലിയ വിഷമമുള്ളൂ. എന്തൊരു കാര്യം? ഒന്ന് പറയുവേ, കേൾക്കട്ടെ. എന്തെങ്കിലും കാര്യം നിങ്ങൾ വല്ലതും കാണിച്ചോ? നിങ്ങൾ ആരാ ഇതൊക്കെ പറയാൻ? അതുപോലെ നിങ്ങൾ അയാളുടെ പറയുന്നത് കേട്ടു, എന്നാ സംഘടനയുടെ അയാളുടെ ഏൽപ്പിച്ചു. എന്തിനാ ഇതൊക്കെ കൊടുക്കുന്നത്? ആർക്കെന്ത് കൊടുക്കണമെന്ന് ഈ പാർട്ടി തീരുമാനിക്കും, അറിയോ? ചർച്ച ചെയ്ത് തീരുമാനിക്കും. പാർട്ടിയുടെ ചെയർമാനാ തീരുമാനിക്കുന്നത്. ഇവിടെ കേരള കോൺഗ്രസ് പലതുണ്ട്. അതിലെ ഏറ്റവും ആൾബലമുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ് എം. രണ്ടാമത് 10 ആളുള്ള പാർട്ടിയാണ് ജോസഫിന്റെ പാർട്ടി. ജോസഫ് ഈയിടെ സ്വന്തം മകൻ അബൂരെ ചെയർമാനാക്കി വരുന്ന എനിക്കറിയാൻ പറ്റേ, അറിയാമല്ലോ. കെ എം മാണി അങ്ങനെ ചെയ്തോ? നമ്മ സാറ് ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തെ ജോസ് കെ മാണി ചെയർമാനാക്കാൻ മേലായിരുന്നോ? എന്താക്കാതിരുന്നത്? ഇവിടെയാണോ കോട്ടപ്പുറം വ്യത്യാസം എന്ന് പറയുന്നത് വ്യത്യാസം കിടക്കുന്നത്? കെ എം മാണിക്ക് തന്നോടൊപ്പം നിന്ന ആളുകളിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. പി ജോസഫിന് അത് ഇല്ല, അറിയാവോ? അവിടെ സ്ഥാപക ചെയർമാൻ കെ എം ജോർജിന്റെ മകനുണ്ടായിരുന്നല്ലോ, ഫ്രാൻസിസ് ജോർജ്. ഈ പാർട്ടി രൂപീകരിക്കാൻ കാരണക്കാരനായ PT ചാക്കോയുടെ, സാക്ഷാൽ PT ചാക്കോയുടെ മകൻ PC തോമസ് അവിടെ ഉണ്ടല്ലോ, ഇല്ലേ? PT ചാക്കോയുടെ ഗുണവും മണമൊന്നും ഇല്ലെങ്കിലും PT ചാക്കോയുടെ മകനാണെന്നല്ലേ പറയപ്പെടുന്നത്. അയാൾ ചെയർമാനാക്കാൻ വരായിരുന്നു.
എന്താണ് പി ജെ ജോസഫ് ജീവിച്ചിരുന്നപ്പോൾ തന്നെ അബുവിനെ ചെയർമാനാക്കിയത്? പി ജെ ജോസഫിന് അറിയാം, എൻ്റെ കണ്ണടഞ്ഞാൽ അബുവിനെ യുവമാരൊക്കെ ഇട്ട് വട്ട് തട്ടുമെന്നറിയാം. വട്ട് തട്ടും, പന്ത് തട്ടുമെന്നറിയോ? കെ എം മാണിക്കറിയാമായിരുന്നു എൻ്റെ കാലം കഴിഞ്ഞാൽ എൻ്റെ കൂടെ നിൽക്കുന്നവർ ചതിക്കുകയായിരുന്നു. മാണിസാറ് മരിച്ചു കഴിഞ്ഞേ ഈ പാർട്ടിയുടെ ചെയർമാനായിട്ട് ജോസ് കെ മാണിയെ തെരഞ്ഞെടുത്തു. ഈ പാർട്ടിക്ക് നയിക്കാൻ പിന്നെ ആരാട് ഓർക്കാൻ താമെന്ന് പറഞ്ഞേ? കേരള കോൺഗ്രസ് എമ്മിനെ നയിക്കാൻ കെ എം മാണിയുടെ മകൻ അല്ലാണ്ട് ആർക്കാ കഴിവുള്ളൂ? പിന്നെ ടി എൻ ജേക്കബിനെ കുറിച്ച് പറയാതെ അബു അല്ലേ ആ പാർട്ടിയുടെ ചെയർമാൻ? അല്ല, നമ്മുടെ ടി എൻ ജേക്കബിന്റെ പാർട്ടിയുടെ ചെയർമാൻ അനൂപ്, സ്വന്തം മകൻ അനൂപല്ലേ? അതിനകത്ത് എനിക്ക് ആ കാര്യത്തിൽ വിഷമമൊന്നും ഇല്ലാത്തത്. ഒടുവിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. നെഹ്റുവിന് ശേഷം ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി, അതിനുശേഷം രാജീവ് ഗാന്ധിയായി. ഇപ്പൊ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയിലും അതുപോലെ പ്രിയങ്ക ഗാന്ധിയിലും. ഇതൊക്കെ സാധാരണ നടന്നു വരുന്ന കാര്യങ്ങളോട് മനുഷ്യ. അപ്പൊ ജോസ് കെ മാണിക്കൊന്നും അറിയത്തില്ലേ ആരെ ചെയർമാനാക്കാണല്ലോ താൻ ഈ വാട്ടം പിടിക്കുന്നത്? വല്ലോൻ്റെ നിന്നും വല്ല അച്ചാരം എഴുതി തിരിച്ചു കൊടുത്തേരും കേട്ടോ. തന്നോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. തമ്പുരാൻ കർത്താവ് പറഞ്ഞു, എന്നാന്നറിയാവോ? യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ഓർത്ത് കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയേണ്ട. കോട്ടപ്പുറത്തോട് എനിക്ക് പറയാനുള്ള, താൻ തൻ്റെ ഭാര്യമാരെയും മക്കളുണ്ടെങ്കിൽ അവരെയും ഓർത്ത് കരാ. അങ്ങനെ കരഞ്ഞാൽ മതി കേട്ടോ. കേരള കോൺഗ്രസിനോർത്ത് ഇയാൾ കരയേണ്ട. അതിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ആണുങ്ങളുണ്ട്, അത് ഞങ്ങൾ നോക്കിക്കോളാം.